ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നതാണ്. എന്നാലല്ല, എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ അഞ്ജലി ഹരി. ഹലോ ഹലോ. ഇതാണ് നമ്മുടെ അഞ്ജലി ഹരി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്ന് ഓണം വിശേഷങ്ങളുമായിട്ട് പാചകവും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മിൽമ പാചകവും വാചകവും, co-powered by Sunrise Refined Sunflower Oil. അപ്പോൾ നമുക്ക് ആദ്യം പാചകം വേണോ വാചകം വേണോ? നമുക്ക് പാചകം ചെയ്തുകൊണ്ട് പാചകം അടിക്കാം. അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പായസം ഉണ്ടാക്കി അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം സൗബുദിന്റെ പായസം ഉണ്ടാക്കും. എന്നാ ഓക്കെ. അല്ല സൗബു പായസം ഉണ്ടാക്കാന്നല്ലോ, ഇന്ന് എന്താ സ്പെഷ്യൽ? കുമ്പളങ്ങ. കുമ്പളങ്ങയോണ്ട് കറിയല്ലേ ഉണ്ടാക്കുക? ആക്ച്വലി ഞാൻ വീട്ടിൽ കുമ്പളങ്ങ വെച്ച് കറി ഉണ്ടാക്കി വേണം, അവസാനം അത് പായസം ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു. അതെന്തല്ലേ? അത്രയും നല്ല കറിയായിരുന്നു. അതിനിപ്പോ ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ചത് പായസമാക്കി കൊടുത്തു. പണ്ടത്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പോയ വഴി തളിച്ചില്ലെങ്കിൽ തളിച്ചൊഴി പോവാ. ചുമ്മാ കേട്ടോ. ഇത് സാധാരണ നമ്മളിപ്പം ഓണത്തിന് പായസം എന്ന് പറയുമ്പോൾ സേമിയ പായസം, അല്ലെങ്കിൽ പാലട, പരിപ്പ്, കടല പായസം, അങ്ങനത്തെ ഉള്ള പായസങ്ങളൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കാറ്. അപ്പം നമ്മൾ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ അതിനെ വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ക്യാരറ്റ് പായസം, അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ലേ? അതുപോലെ നമ്മൾ കുമ്പളങ്ങ കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കിക്കൂടാ? ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പാൽപ്പായസമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാവണം. കത്തിക്കാം. കത്തിച്ചിട്ട് കുറച്ച് നമ്മള് മിൽമയുടെ നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. ഓക്കെ. അതൊന്ന് ഉരുകി വരുമ്പോ നമ്മള് ഇത് എടുക്കും. കുമ്പളങ്ങ അവിടെ വെറുതെ നിർത്തിയിരിക്കുവല്ല, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു തരാനാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? കുമ്പളങ്ങ ആക്ച്വലി കുമ്പളങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കത്തില്ലേ, അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മളത് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം കുമ്പളങ്ങയിൽ അറിയാലോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ അതങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മളത് എടുത്ത് മാറ്റി വെക്കാൻ. അത് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട്. ഇനി നമുക്ക് മിൽമയുടെ നെയ്യ് നെയ്യ് കുറച്ച് ഒഴിക്കാം. ഇപ്പം ഇത് എനിക്ക് പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? അഞ്ച് നടത്താറോ? സ്പൂണാണോ നടത്താറുണ്ടോ ഏതെങ്കിലും വീട്ടിൽ? പിന്നെ പാചകം നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ പരീക്ഷണം നടത്തുന്ന ആ കൂടി പാചകത്തിലല്ലേ. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാം. ശരിക്കും സൗബു പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആരെ കൊണ്ട് കഴിപ്പിക്കാം? കെട്ടിയോനെ കൊണ്ട് തന്നെ. നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി, നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മൂത്ത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. 2-3 മിനിറ്റ് ഇട്ട് ഇതിനകത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പറയൂ, ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. ഞാൻ ഇങ്ങനെ പാചകം മാത്രം നിന്നാ പറയുന്നത്. പ്രോഗ്രാമിന്റെ പേര് തന്നെ പാചകവും വാചകമാണ് മെയിൻ. അതെ, ശരിയാ. അല്ല സൗബുവിന്റെ കുട്ടിക്കാലത്തേക്കായിരുന്നു ഓണമൊക്കെ. ഇപ്പത്തെ കാലം മീൻസ് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങുന്ന ഒരു കാലഘട്ടമായി. പണ്ട് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കുക്ക് ചെയ്യലും അല്ലെ, പൂ പറിക്കാൻ പോലെ. നമ്മുടെ ഒരു ജനറേഷൻ നമുക്ക് രണ്ടും കണ്ടിട്ട് അല്ലേ വരാൻ പറ്റിയ ഒരു ജനറേഷനാണ്. അപ്പൊ നെയ്യൊക്കെ ജസ്റ്റ് ഇതിനകത്തൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സൗബുവിന്റെ കുക്കിങ്ങിന്റെ മണമൊക്കെ വരുന്നുണ്ട്. മിൽമയുടെ നെയ്യുടെ മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം എന്താ? ഇതിൽ നമുക്ക് ഇനി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരു 3-4 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. ഇപ്പൊ ഒഴിക്കണം. ഇപ്പൊ നമുക്ക് കാരണം ആ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് ഇങ്ങനെ പിടിച്ചു വരണം. നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരണമല്ലോ. അപ്പൊ നമ്മൾ ശർക്കര ആട്ടോ കൊടുക്കാൻ പോണേ.
അപ്പോൾ ആ ശർക്കര നന്നായിട്ട് ഇതിനകത്ത് ഇനി പിടിക്കണം. ഇതിൻ്റെ ഫ്ലേവർ, ഈ ശർക്കരയുടെ ഫ്ലേവർ നമ്മുടെ ഈ കുമ്പളങ്ങയിൽ പിടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോകാം. അപ്പം ദേ ശർക്കരയുടെയും നെയ്യിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പായസം കുടിക്കാൻ ധൃതിയായിട്ടുണ്ട്. അത് ധൃതിയൊക്കെ വെക്കുന്നതിന് മുന്നേ നമ്മുടെ അഞ്ജലി അടിപൊളി ഒരു ഡാൻസറാണ് കേട്ടോ. മാത്രമല്ല ടീച്ചറമ്മ കൂടിയാണ്. ടീച്ചറാണ്, കുഞ്ഞു ടീച്ചറാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ടോട്ടല്? ഇപ്പൊ അങ്ങനെ സ്റ്റുഡൻസിന്റെ കണക്കൊക്കെ ചോദിച്ചാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ GST ഒക്കെ അടക്കേണ്ടി വരും. എന്നെ കൊണ്ട് സൗബിനെ കൊണ്ട് GST അടപ്പിക്കും. ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിപ്പോ വേണോ, നമുക്കിപ്പോ കുമ്പളങ്ങ പൈസ ഒക്കെ ഉണ്ടായിട്ട് പോയാ പോരെ. കണ്ടാ GST അടയ്ക്കുമ്പോൾ മേടിച്ചിട്ട് എങ്ങാനും പുറത്ത് പോയാലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്കേ ഒരു ഡാൻസ് കണ്ടാലോ? ഇപ്പോഴും ഡാൻസ്, പാചകവും ഡാൻസ് ആയിട്ട് നന്നായിരിക്കും. ആണോ? ആ, വളരെ നന്നായിരിക്കും. ശരി, ഞാൻ ഡാൻസ് കളിക്കാം. എന്നാ സൗബ് പാടണം. എന്നാ പിന്നെ ഒന്ന് പാടാം. ചേട്ടന്മാരെ ഇത് നോക്കിക്കോണേ, ഒന്ന് കരിയാതെയൊക്കെ നോക്കിക്കോണം. ഞാൻ ഒന്ന് പാട്ടുപാടി ഒരു ഡാൻസ് കളിപ്പിച്ചിട്ട് വേഗം വരാട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ ചെറിയൊരു ജാമ്യം എടുക്കുവാണ്. എൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ഗംഭീരമായിട്ട് അങ്ങോട്ട് പാട്ട് പാടുമെന്ന്. പക്ഷേ അഞ്ചു ഒരു നല്ല നർത്തകി ആയതുകൊണ്ട് അവൾ ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഞാൻ നൈസായിട്ട് അങ്ങ് പാടുമ്പോൾ അതിലങ്ങ് പൊങ്ങി പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തുടങ്ങാം. ഓക്കെ. മാനത്തേ മഴമുകിൽ മാലകളേ ചെലുത്ത മാടപ്പീറാവുകളേ തുളുനാടൻ കളരിയിൽ പോയി വരാമോ എൻ്റെ കുറിമാനം ഒന്നു നീ നൽകാമോ മാനത്തെ മഴമുകിൽ മാലകളേ ചെലുത്ത മാടപ്പീറാവുകളേ. അയ്യോ, നമ്മുടെ പായസം. വാ. മിൽമ പാചകവും വാചകവും co-powered by Sunrise Refined Sunflower Oil. അപ്പോൾ ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ നല്ല വെന്ത് വന്നിട്ട്. അതെ, വെന്ത് മണവും എനിക്കതാണ് പറ്റാത്തത്. ശരിക്കും നമ്മുടെ നെയ്പായസത്തിന്റെ ഒക്കെ സ്റ്റൈലായി. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ശർക്കര പായസല്ലേ, മീൻസ് നെയ്യും ശർക്കരയൊക്കെ ഇട്ടിട്ട് അതിന്റെ മണാണ് ഇപ്പൊ ഈ പായസത്തിന് വരുന്നത്. അപ്പൊ നമുക്കേ ഈ കുറച്ച് പാലൊക്കെ ഒഴിച്ച് നമ്മൾ പറഞ്ഞത് കുമ്പളങ്ങ പാൽപ്പായസം എന്നാണ്. അപ്പൊ ഇനി പാലൊഴിക്കണ്ടേ? പാലിതാ കുമ്പളങ്ങയും ശർക്കരയും നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുറുകി വരണം. ആ സമയത്ത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നെയ്യിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം ഇതവിടെ കിടന്നൊന്ന് കുറുകി വരാം. എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പോട്ട് നെയ്യെടുത്തു. നമ്മൾ മിൽമയുടെ നെയ്യ് തന്നെയാണ്. ഓക്കെ. വരുമ്പോ നമുക്ക് കാഷ്യൂനട്ട് നമുക്ക് അത്രയും വലുപ്പത്തിൽ തന്നെ അങ്ങ് ഇടാം അല്ലേ? സാധാരണ നമ്മൾ ചെറുതായിട്ടൊക്കെ മുറിച്ചൊക്കെ ചെയ്യണം. ഇത് വലുതായിട്ട് തന്നെ സൗബൂന് ഇഷ്ടാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇനി മുന്തിരി ഇടാൻ പോവാണേ. തട്ടിയേക്കാം അല്ലേ? ആയിട്ടോ, ഫുൾ ഇട്ടോ. ഫുള്ളൊന്നും ചേട്ടന്മാർക്ക് ചിലപ്പോൾ മുന്തിരി ആണെങ്കിലും ഇഷ്ടം. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അഞ്ജു. അതെ അതെ. ഇനി നമുക്ക് ഇതിനകത്ത് മധുരം വേണ്ടേ? നമുക്കിനി കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഓക്കെ. അതിന്റെ ടേസ്റ്റ് ആയിരിക്കും നല്ലത്. അടിപൊളി. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പഞ്ചസാര ഇടേണ്ടവർക്ക് പഞ്ചസാര ഇടാം. അതല്ലാതെ നമുക്ക് ഇത് വേറൊരു ടേസ്റ്റും ആയിരിക്കുമല്ലോ. അപ്പൊ ഇതെന്താ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇതിനേക്ക് ചേർക്കണം, അതിന്റെ ഒരു ഫ്ലേവർ. ഓക്കെ. ഏലക്ക നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇത് വരുമ്പോൾ നമുക്കിത് കുറുകി വരണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സാധാരണ കറികളിലൊക്കെ അല്ലെങ്കിൽ പുഡിങ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഇച്ചിരി കോൺഫ്ലവർ നമ്മൾ
കുറച്ച് പാലിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലോ ഒന്ന് കുറച്ച് കലക്കിയിട്ട് ഇതിനകത്താകുമ്പോൾ കുറച്ച് കുറുകി കിട്ടും, വേഗം കുറുകി കിട്ടും. ശരി, പായസത്തിന് കുറുകാനായിട്ട് അത് നമുക്ക് കോൺഫ്ലവർ അപ്പൊ സൗബുവിന്റെ ടിപ്പ് കേട്ടില്ല എല്ലാവരും. കോൺഫ്ലവർ പൊടി ഉണ്ട്, വെള്ളത്തില് കലക്കിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് അല്ലേ വെള്ളത്തില് അല്ലേ ഒരു സ്പൂണ് കോൺഫ്ലവർ നമ്മൾ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ മതി അല്ലേ? മതി. നമുക്ക് അത്യാവശ്യം ഒരു കുറുകിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇത് കറികളിലൊക്കെ അല്ലേ നമ്മളല്ലേ? അതെ, പായസത്തിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായി. അതെ അതെ. അപ്പൊ നമ്മുടെ ഏകദേശം പായസത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഓക്കെ. അപ്പൊ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരി. ഓക്കെ. അപ്പൊ നമ്മുടെ പായസത്തിന്റെ പരിപാടി നമ്മുടെ പായസം റെഡി ആയിട്ടാ. നല്ല മണവും കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ പായസം ഇവിടെ സൗബുന്റെ കുമ്പളങ്ങ പാൽ പായസം സൗബുന്റെ സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ പേര് ഫുൾ പറയണം, കുമ്പളങ്ങ പാൽ പായസം. നിങ്ങൾ ഇതിപ്പോ കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം നമ്മുടെ അഞ്ജു ഇപ്പൊ തന്നെ പറയുന്നത്. ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. നാളെ ഞാൻ പറഞ്ഞൂടാ. സൗബുനെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം അല്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ചെയ്യാം. ബൗൾ എടുത്തോളൂ. എനിക്ക് കാഷ്യൂ വേണം കേട്ടോ. ആദ്യമേ ബുക്ക് ചെയ്ത്. അതെ, കാരണം സൗബുനും കാഷ്യൂ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ കാഷ്യൂ ചെയ്യട്ടെ. നല്ല കുറുകിയിട്ടുണ്ടല്ലേ? അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പായസം ഞാൻ ആദ്യം മഞ്ജുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം. ദൈവമേ രക്ഷിച്ചോടെ. ദൈവത്തെ വിളിച്ചൊക്കെ തുടങ്ങുക. അപ്പൊ ടേസ്റ്റ് ചെയ്യാല്ലേ? ചൂടുണ്ടേ? ഓക്കെ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യണേ. ഊതി കൊള്ളൂലേ? അങ്ങനെയൊന്നും പറഞ്ഞൂടാ, ചൂട്. കുഴപ്പമില്ല, ആസ്വദിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് എന്താ റിയാക്ഷൻ മനസ്സിലാവുന്നില്ലെന്നേ. നല്ല ചൂടല്ലേ? അത് അങ്ങനെ എടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞ ആക്രമണം കാണിക്കരുത്. ഇത് കൊള്ളാവുന്നതാണോ ഇല്ല, അതായത് കൊള്ളത്തില്ലെന്നാണോ, എന്താ റിയാക്ഷൻ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് വരട്ടെ, അത് പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ ആസ്വദിച്ചിട്ട് വേണം പറയാനായിട്ട്. എന്നിട്ട് ആസ്വദിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ സൗബുര് പായസം വെക്കാൻ അറിയില്ല, അതാണ് ആദ്യത്തെ വെപ്പൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചേ. പക്ഷെ കുഴപ്പമില്ല, നല്ല അടിപൊളി കുമ്പളങ്ങ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം പോരാ, അഞ്ജുവിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു കറിയും കൂടെ നമുക്കിന്ന് ഉണ്ടാക്കിക്കണ്ടേ? അതെ. അപ്പം സൗബു കുമ്പളങ്ങ എടുത്ത്, അപ്പൊ ഞാൻ എന്തെടുക്കണം? മത്തങ്ങ. ഞാൻ ഉണ്ടാക്കാൻ പോണത് മത്തങ്ങ എരിശ്ശേരിയാണ്. എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അതെ. ഇഷ്ടമാണോ സൗബുന്? ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മത്തങ്ങ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാം. ഓക്കെ. മിൽമ പാചകവും വാചകവും കോ പവേർഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. അപ്പൊ എന്തായാലും സൗബുവിന്റെ വക സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്തായിരുന്നു? മത്തങ്ങ എരിശ്ശേരി. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം മത്തങ്ങ വേവിച്ചെടുക്കാം. മത്തങ്ങ നമ്മള് നല്ല അത്യാവശ്യം ചെറിയ കഷ്ണമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ആദ്യം വേവിക്കാം. അതെ, നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലേക്ക് അതെ വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. പിന്നെ ചില ആൾക്കാർക്ക് കുരുമുളക് പൊടി ഇടുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടു. കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. എരിവ് നല്ലോണം വേണോ? നമുക്ക് ഇത്തിരി മധുരം കഴിച്ചപ്പോ പിന്നെ കുറച്ച് എരിവ് വേണ്ട. എരിവാവാ അല്ലേ? ഓക്കെ. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി. കളറിന് വേണ്ടി? അതെ, കളറിന് വേണ്ടി നമുക്ക് ഇച്ചിരി ഒരു മുളക് പൊടി ഇട്ട് കൊടുത്തേക്കാം. എരിവിന് വേണ്ടിയിട്ടല്ല, കളറിന് വേണ്ടിയിട്ട്. എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് ഇട്ടു സൗബിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇട്ടു. നമുക്കൊന്ന് ഇത് വേവിക്കാൻ വെക്കാം.
അത് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം അല്ലേ? അതെ, ഇത് നന്നായിട്ട് ഓക്കെ. അതിപ്പോ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഡാൻസ് കണ്ടു, ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്ട് പാടി. അപ്പൊ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഓണപ്പാട്ടായാലോ? ഒരു വഞ്ചിപ്പാട്ടായാലോ? ഓക്കെ, എന്നാ വഞ്ചിപ്പാട്ട് പോരെ? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതേതോ കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തിത്താരാതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേതകതേതേതോ ഓ തിത്തിത്താരാതിത്തിത്തേ വരവേൽക്കാൻ ആളു വേണം, തോരണങ്ങൾ വേണം. വേണ്ട, അവിടെ ഞാൻ പാടി ചിലപ്പോ ഈ പ്രഷറൊക്കെ എനിക്ക് ഓടും. എനിക്ക് പാടാനറിയില്ല, എനിക്ക് ആടാനേ അറിയത്തുള്ളൂ. കഷ്ടകാലം, ഈ പനി വന്നിട്ട് ഇതുവരെ എന്റെ സൗണ്ട് ശരിയായിട്ടില്ല. അത് ഓണത്തിന് കിട്ടിയ പനി, ഓണത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണെന്ന്. അതല്ലേ? ഓക്കെ. അപ്പം വേവിക്കാൻ വെച്ചിരുന്ന മത്തങ്ങ ഒടഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി വെന്തല്ലേ? നമുക്ക് എന്താ ചേർക്കാനുള്ളത്? ഇനിയിപ്പോ ഇതിൽ നമുക്ക് അരപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങ നമുക്ക് വറുത്തിടാം. വറക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തേങ്ങ അതെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ഇതില് നമ്മള് തേങ്ങയും ജീരകം പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി. അപ്പൊ നമുക്ക് ഇതങ്ങ് ചേർക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുക. കാരണം എനിക്ക് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും അങ്ങനെ കേട്ടോ, അടുത്തടുത്ത് സാധനങ്ങൾ വേണം നമ്മൾ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഓടാൻ. അതെ അതെ. അപ്പൊ നമ്മൾ അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പാചകം തീരുകയും ചെയ്യും, വേഗം കരിഞ്ഞു പോകുകയും. എനിക്ക് കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അധികം ഇങ്ങനെ സമയം മീൻസ് കുറേ സമയം ചില ആൾക്കാർ കാണാം എല്ലാം ഫുൾ ടൈം അടുക്കളയിലായിരിക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വേഗം പരിപാടി നമ്മളിപ്പോ പാചകം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ട് നിന്ന് അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന അറിയത്തില്ല. മറ്റാകുമ്പോ ഒരുപാട് സമയം ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരു ഫീലാ. പക്ഷെ അതില്ല, പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത് ആ പാട്ട് പാടി ചെയ്യുമ്പോഴത്തേക്കിനും സംഭവം തീരും. ഓക്കെ. സൗബ് എത്ര വയസ്സില്ല പാട്ടൊക്കെ പഠിച്ചു തുടങ്ങി? ചെറുപ്പത്തിൽ തുടങ്ങി? ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, അതിന്റെ പാട്ടുകളെല്ലാം കാണാനുണ്ട്. ഓഹോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബാലഭവനില്ലേ, അപ്പൊ ജവഹർ ബാലഭവൻ കോട്ടയത്ത് എന്നെയും എന്റെ മാമന്റെ മോനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ചേർത്തു. കോട്ടയത്ത് ചെറുതായിരുന്നപ്പം ഞങ്ങൾ മെയിൻ ആയിട്ട് അവിടെ പോകുന്നത് കളിക്കാനാണ്. കാരണം പാർക്കൊക്കെ ഉണ്ടല്ലോ, ഫുഡ് കഴിക്കുന്ന സമയത്ത് കളിക്കാനൊക്കെ പോകും. അതിനകത്തൊന്നും തന്നെ ലൈറ്റ് മ്യൂസിക്, പിന്നെ ശാസ്ത്രീയ സംഗീതം, മൃദംഗം, വയലിൻ ഇതിനൊക്കെ കൊണ്ട് ചേർത്തു. ഇതെല്ലാം ഞാൻ കണ്ടു, ക്ലാസ്സിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു എന്നല്ലാതെ ഒരക്ഷരം ഞാൻ പഠിച്ചില്ല. ഓക്കെ, സോറി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയല്ല, ഇതൊന്നും എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കളിക്കാൻ പോയി. വീട്ടുകാർക്ക് ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കൊണ്ടുവെക്കും. അപ്പൊ അത്രയും ശല്യക്കാരിയായിരുന്നു ചെറുപ്പത്തില്? പിന്നെ കുറുമ്പിയായിരുന്നോ? കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഓണത്തിന് പൂക്കളൊക്കെ ഇടില്ലേ നമ്മുടെ മുറ്റത്ത്? അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം എനിക്ക് എൻ്റെ ഒരു ഓർമ്മയില് നമ്മള് രാവിലെ എണീറ്റിട്ട് പൂ പറിക്കാൻ പോകും. അന്ന് ഈ തുമ്പ, മുക്കുറ്റി നിങ്ങള് മഞ്ഞപ്പൂവ് അതെല്ലാം പറിക്കാനൊക്കെ ആയിട്ട് രാവിലെ എണീറ്റിട്ട് 6 മണിയാകുമ്പോൾ എണീറ്റിട്ട് പോകും. നമ്മുടെ ചേട്ടനും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും കൂടെ ഒരു പോക്കാണ്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം മീൻസ് പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ പൂക്കളൊക്കെ ഇടും. ഇപ്പോ പൂക്കള് വാങ്ങിച്ചാണ് എല്ലാവരും. അതെ അതെ. അപ്പൊ ഞാൻ പാചകം അടിച്ച് തീർക്കുന്നതിന് മുന്നേ നമുക്ക് പാചകം തീർക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പാചകം, അല്ലെങ്കിൽ പാചകം തീരുമ്പോ പാചകം കരിഞ്ഞു പോകും. എന്റെ പൊന്നെ തഗ്ഗൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നീ വറുത്ത് മാറ്റി വെക്കാം. ഓക്കെ. അപ്പൊ അടുത്ത പാൻ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിന്റെ താളമൊക്കെ കേട്ടല്ലോ. നമുക്ക് ഇനി മുളക് വറ്റൽമുളക് എണ്ണയിൽ തളിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അതിന്റെ ഒരു നമ്മൾ ഈ താളിച്ച കറി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അതെ. നമുക്കിനി കറിവേപ്പില തേങ്ങ വറുക്കാനുള്ളത്. നമ്മളിതിലെ ഉള്ളി അങ്ങനെ സംഭവങ്ങളൊന്നും ചേർക്കാറില്ല. ഇല്ല, ഉള്ളിയൊന്നും വേണ്ട. ഉള്ളി അവിടെ ചേർക്കാറില്ലല്ലോ ശരിക്കും. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം, നല്ല ബ്രൗൺ കളറാവണം. ഓക്കെ. അപ്പൊ നമ്മുടെ എന്താ പറയാ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ഇനി ഈ നമുക്ക് അത് അങ്ങനെ ചേർക്കുവാണോ അതോ നമുക്ക് അങ്ങോട്ട് തളിച്ചാൽ മതി. അത്ര മതി. അത്രേ കറി കഴിഞ്ഞു. കറി കഴിഞ്ഞു. ഇത്രയും ഈസി ഉള്ളൊരു കറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ. ഞാൻ എല്ലാ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളും കൊണ്ടേ വരത്തുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്ത് പായസത്തിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമില്ല, ഇതുപോലത്തെ തന്നെ ഇരുന്നല്ലേ. അപ്പൊ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് തേങ്ങ. നമുക്ക് ഇതിലേക്ക് ചേർക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് അതെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പിടിച്ചുതരാം. ഓക്കെ, ചരിച്ചോളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? ഓ, പാചകം അടിക്കുന്ന ഒരു പണിയാണ്. അത് പിന്നെ ശീലമല്ലോ. എന്നെ നന്നായിട്ട് അറിയാല്ലേ? ഇല്ലാണ്ട് എവിടെ വന്നു എന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, ഞാനൊന്ന് ഇളക്കി സഹായിക്കണം. ഓക്കെ, ഇളക്കിക്കോളൂ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കട്ടെ. നന്നായിട്ട് ഇളകട്ടെ. അപ്പം ഇനി ഇത് കഴിഞ്ഞില്ലേ? കഴിയും. അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, വലിയൊരു പരിപാടിയായിരുന്നു എരിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളത്. പായസത്തിനെക്കാട്ടും ബുദ്ധിമുട്ടായിരുന്നു. പാചകവും അപ്പൊ പാചകം കൂടെ വേണ്ടേ? അതെ, പാചകം വേണ്ടേ? വേണം. അതെ, റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കും. ശരി, അപ്പൊ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. ഈ പാചകക്കാരിയുടെ പാചകം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ എരിശ്ശേരി നമ്മുടെ സൗബുന് കൊടുക്കുകയാണ്. കുറ്റം പറയരുത്. ടേസ്റ്റ് ഉപ്പുണ്ട്, എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അടിപൊളി, കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇതിപ്പോ നമ്മൾ സാധാരണ നമ്മുടെ ഓണസദ്യകളിൽ മെയിൻ ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ അറിയാത്തവർക്ക് എന്തായാലും ഇത്രയും സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് അഞ്ച് നമുക്കിത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ എരിശ്ശേരി വീട്ടിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാനും സൗബുവിൻ്റെ കുമ്പളങ്ങ പാൽ പായസം ഞാനും ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് നല്ലൊരു എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി തന്ന അഞ്ജലിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പം ഞാനും മിൽമയും ചേർന്ന് അഞ്ജലിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാണ്. താങ്ക് യു. അപ്പം എന്തായാലും എനിക്ക് പായസം ഉണ്ടാക്കി തന്നില്ലേ, അപ്പം ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ ദേ പിന്നെ നമ്മുടെ താങ്ക് യു. അപ്പൊ പാചകവും വാചകവും ഒക്കെ ആയിട്ട് പോയ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.